നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ കേട്ടിട്ടുണ്ട്. ലൈക്ക് C++, ജാവ, PHP. ഇതെല്ലാം ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ ആൾസോ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് ഓൺലി ഹ്യൂമൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ ലാംഗ്വേജസ് എല്ലാത്തിനും ഒരു ഇൻ്റർപ്രറ്ററോ കമ്പൈലറോ കാണും കൺവേർട്ട് ടു മെഷീൻ ലാംഗ്വേജോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. സോ പൈത്തണും ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതുതന്നെ നമ്മൾ പൈത്തൺ ഒരുപാട് ഏരിയകൾ യൂസ് ചെയ്യുന്നു. ലൈക്ക് മെഷീൻ ലേണിംഗ് ആയാലും AI ആയാലും വെബ് ഡെവലപ്മെൻറ്റ്, ഗെയിം ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് ഏരിയകളിൽ പൈത്തൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ജനറൽ പർപ്പസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. ആൾസോ പൈത്തൺ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡും പോപ്പുലാരിറ്റിയും ഉള്ള ഒരു ലാംഗ്വേജാണ് പൈത്തൺ. അത് പറയാൻ മെയിൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ സിൻറ്റാക്സ് തന്നെയാണ്. ഇപ്പോൾ പൈത്തൻ്റെ സിൻറ്റാക്സ് വളരെ സിമ്പിളാണ്. അതുപോലെ അതിൻ്റെ കോഡ് സ്ട്രക്ചർ ആയാലും വളരെ ഈസിയാണ്. നമുക്കൊരു പെട്ടെന്നൊരു ബിഗിനർക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതായത് കമ്പയർ ടു അതർ ലാംഗ്വേജസ് ഒരു ബിഗിനറിന് പെട്ടെന്ന് പൈത്തൺ മനസ്സിലാക്കാനും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട്, അതായത് ഒരു പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. പൈത്തൺ ഒരു ഓപ്പൺ സോഴ്സ് ആണെന്ന് പറയാം. കാരണം നമുക്ക് അത് പൈത്തൺ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യുന്നതിനുണ്ടോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനോ യാതൊരു തടസ്സങ്ങളോ ഒന്നുമില്ല. പൈത്തണിൽ ഒരുപാട് മോഡ്യൂൾസും പാക്കേജസും അവൈലബിൾ ആണ്. സോ ഇതെല്ലാം യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ലിമിറ്റഡ് ടൈമും ലിമിറ്റഡ് കോഡും കൊണ്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു ലാർജ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി പൈത്തൺ അവൈലബിൾ ആണ്. സോ ഈ കമ്മ്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പൈത്തൺ ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്നതും ഇത്രയും ഡിമാൻഡ് ഉള്ളതും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തണിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് മറ്റേ ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഫോർ എക്സാമ്പിൾ പൈത്തൻ്റെ സിൻറ്റാക്സ് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോഡ് സ്ട്രക്ചറും പെട്ടെന്ന് നമുക്ക് ഒരു ബിഗിനർ നിലയിലായാലും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ സപ്പോർട്ട് ഇൻ ഓൾ പ്ലാറ്റ്ഫോം ലൈക്ക് വിൻഡോസ് ആയാലും ലിനക്സ് ആയാലും മാക് ആയാലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പൈത്തൺ കോഡ് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ വിൻഡോസിൽ ചെയ്യുന്ന സെയിം കോഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ ലിനക്സിലായാലും മാക്കിലായാലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പാക്കേജസ് ആൻഡ് മോഡ്യൂൾസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൈത്തണിൽ വരുന്നത്. അതായത് പൈത്തണിൽ ലോട്ട് ഓഫ് ലൈബ്രറീസ്, പാക്കേജസ്, മോഡ്യൂൾസ് എല്ലാം അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പൈത്തൺ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് പാണ്ടാസ് എന്ന് പറയും. നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാനും ഡാറ്റ മോഡിഫൈ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് പാണ്ടാസ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ലൈബ്രറിയും മോഡ്യൂൾസും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലിമിറ്റഡ് ടൈമിലും ലിമിറ്റഡ് കോഡും കൊണ്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് പൈത്തണിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് പൈത്തണിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തൻ്റെ കോഡ് സ്ട്രക്ചറും അതിൻ്റെ സിൻറ്റാക്സ് തന്നെയാണ് അതിൻ്റെ മെയിൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു ലാംഗ്വേജാണ് PHP. അതായത് നമ്മുടെ ഫേസ്ബുക്ക്, വിക്കിപീഡിയ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് PHP എന്ന് പറയുന്നത്. നമ്മൾ PHP ആയിട്ട് പൈത്തനെ കമ്പയർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഹലോ എന്നൊരു വേർഡ് PHPയിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് PHP ടാഗ് ഓപ്പൺ ചെയ്യുന്നു, എക്കോ ഹലോ, PHP ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഒരു 3 ലൈൻ ഓഫ് കോഡ് കൊണ്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ബട്ട് ഇൻ പൈത്തൺ ജസ്റ്റ് പ്രിൻറ്റ് ഹലോ എന്ന് കൊടുത്താൽ മാത്രം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നു. അതായത് നമ്മുടെ PHPയിൽ ഒരു 3 ലൈൻസ് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് നമുക്ക് ഇവിടെ പൈത്തൺ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1 ലൈൻ കൊണ്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ ഇത് തന്നെയാണ് മറ്റു പ്രോഗ്രാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പൈത്തൺ ഇത്ര സിംപ്ലിസിറ്റി ആക്കുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് പൈത്തൺ ഒരുപാട് ഏരിയകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വെബ് ഡെവലപ്മെൻറ്റ് ആയാലും ഗെയിം ഡെവലപ്മെൻറ്റ് ആയാലും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആയാലും ഓട്ടോമേഷൻ ആയാലും ഡാറ്റാ സയൻസ്, AI, മെഷീൻ ലേണിംഗ്, ഇവിടെ എല്ലാം നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. സോ പൈത്തൺ പഠിക്കുന്ന ഒരാൾക്ക് പൈത്തൺ ഡെവലപ്പർ എന്ന ഒരു റോൾസ് മാത്രമല്ല വരുന്നത്. അവിടെ നമുക്ക് ഡാറ്റാ സയൻറ്റിസ്റ്റ്, ഫ്യൂച്ചർ ഡാറ്റാ സയൻറ്റിസ്റ്റ് വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമുക്ക് അവരെ യൂസ് ചെയ്യാം. അതുപോലെ ഗെയിം ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് പൈത്തൺ പഠിക്കുന്ന മൂലം ഒരാൾക്ക് കിട്ടുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ, സ്പോട്ടിഫൈ ഇതൊക്കെ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ബ്രാൻഡുകളെല്ലാം പൈത്തൺ കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സ് 2017 തൊട്ട് കംപ്ലീറ്റ്ലി മൈഗ്രേറ്റ് ആയിട്ടുണ്ട്, പൈത്തണിലോട്ട് മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഗൂഗിളായാലും ഡാറ്റ അനലൈസ് ചെയ്യാനും ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനും എല്ലാം പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം പൈത്തൻ്റെ റോൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ തന്നെ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിന് റോൾസ് ആവശ്യം വരുന്നുണ്ട്. സ്പോട്ടിഫൈ ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റും API ഡെവലപ്മെൻറ്റും എല്ലാം പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിർബന്ധമില്ല. ഇപ്പോൾ കോഡിങ്ങിലോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പൈത്തൺ പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തൻ്റെ കോഡ് സ്ട്രക്ചറിൻ്റെ ആ ഒരു ഈസിനെസ്സും അതുപോലെ സിംപ്ലിസിറ്റിയും കൊണ്ട് നോൺ IT ആയാലും IT ആയാലും പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജാണ് പൈത്തൺ. കമ്പയർ ടു അതർ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും. ഇപ്പോൾ ഒരു 10ാം ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് ആൾക്ക് പോലും പൈത്തൺ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ഇംഗ്ലീഷ് നോളജ് ഉണ്ടെങ്കിൽ മാത്രം പൈത്തൻ്റെ കോഡ് നമുക്ക് ഈസി ആയിട്ട് റൈറ്റ് ചെയ്യാൻ സാധിക്കും. പൈത്തൺ റീസെൻറ്റ്
ട്രെൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പൈത്തൺ ഇപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഈ ഏരിയകളിലെല്ലാം പൈത്തൺ ഇപ്പോൾ മോസ്റ്റ്ലി ട്രെൻഡിങ് ആയി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റ് തന്നെ നമ്മൾ മോസ്റ്റ്ലി മിക്ക ആൾക്കാരും കളിച്ചൊരു ഗെയിമാണ് ബാറ്റിൽഫീൽഡ് 2 എന്നൊരു ഗെയിം. അതിൻ്റെ പല സ്ക്രിപ്റ്റുകളും ചെയ്തിരിക്കുന്നത് പൈത്തണിലാണ്. അതുപോലെ സിംസ് 4 എന്ന ഗെയിംസ് എല്ലാം ചെയ്തിരിക്കുന്നത് പൈത്തണിലാണ്. പൈത്തൺ ഫ്യൂച്ചറിൽ ഗെയിം ഡെവലപ്മെൻറ്റിൽ ഒരുപാട് ഏരിയകളിൽ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കറിയാവുന്ന പോലെ നമ്മളിപ്പം ഫ്യൂച്ചർ ഈസ് AI എന്ന് പറയുന്ന പോലെ ഫ്യൂച്ചറിൽ നമുക്ക് ഡാറ്റാ സയൻസ് ആണ് കൂടുതലും AI മെഷീൻ ലേണിംഗ് വരുന്നത്. അപ്പോൾ ഈ ഏരിയകളിലെല്ലാം പൈത്തൻ്റെ ലൈബ്രറീസും പൈത്തണും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് തന്നെ. ഫ്യൂച്ചർ ഈസ് AI എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഫ്യൂച്ചർ ഈസ് പൈത്തൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പൈത്തൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് പറയുന്നത് എനിക്ക് മറ്റ് ജോബുകളെ പോലെ തന്നെ നമ്മൾ ഏത് ജോലി എടുത്താലും നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ മാത്രമേ നമുക്കത് സക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജാവ ആയാലും PHP ആയാലും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ആ ഒരു കോഡിങ്ങിനുള്ള പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു സക്സസ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ആവാൻ സാധിക്കുകയുള്ളൂ. സോ പൈത്തൺ പഠിക്കാൻ താല്പര്യമുള്ള എനിക്ക് പറയാം, നിങ്ങളിപ്പോൾ IT ആയാലും non-IT ആയാലും നിങ്ങൾക്ക് അതിലൂടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് പൈത്തൺ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഞാൻ പറയുന്നത് പൈത്തൺ ഒരു മൾട്ടിപ്പിൾ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഒരുപാട് ഏരിയകളിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് ആയാലും ഗെയിം ഡെവലപ്പിംഗ് ആയാലും AI ആയാലും മെഷീൻ ലേണിംഗ് ആയാലും ഒരുപാട് ഏരിയകളിൽ പൈത്തൺ കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളും പൈത്തണിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പൈത്തൺ മാത്രം പഠിക്കാതെ അതിനെക്കുറിച്ച് അഡ്വാൻസ്ഡ് ലെവലായ AI മെഷീൻ ലേണിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആവുകയും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളും ഫ്യൂച്ചറിൽ കിട്ടുന്നതായിരിക്കും. നോർമലി മറ്റ് പ്രോഗ്രാംസ് ലാംഗ്വേജസിന് പോലെ തന്നെ പൈത്തണിലും ഒരുപാട് ചലഞ്ചസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മറ്റ് പ്രോഗ്രാമുകളിൽ തന്നെ ഒരുപാട് പാക്കേജസ്, ഫോർ എക്സാമ്പിൾ PHP തന്നെ നമുക്ക് ഒരുപാട് ലൈബ്രറീസും പാക്കേജസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പാക്കേജ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എറർസും ബഗ്സും ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേ ഒരു ചലഞ്ച് തന്നെയാണ് നമ്മൾ പൈത്തണിലും ഉണ്ടാകുന്നത്. കാരണം ഒരുപാട് ഇഷ്യൂസും എറർസും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ എറർ, പാക്കേജസിൽ വരുന്ന എറർ, ഇതെല്ലാം വരുന്നത് ഒരു കോമൺ ചലഞ്ച് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചലഞ്ചസ് വരുമ്പോൾ നമുക്ക് ഓവർകം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ലാർജ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി പൈത്തണിലുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനൊരു ആൻസറും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ലേറ്റസ്റ്റ് പാക്കേജ് പാണ്ടാസ് പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന് സൊല്യൂഷൻസും അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അതിനെ ഓവർകം സാധിക്കും. നമ്മൾ ഒരുപാട് ഹോളിവുഡ് മൂവീസിൽ AIയുടെയും റോബോട്ടിക്സിൻ്റെയൊക്കെ ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഫ്യൂച്ചർ എന്ന് പറയുന്നത് AI ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഇമേജ് എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു AI വെബ്സൈറ്റിൽ കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ പറഞ്ഞെടുക്കുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട് AI. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ AIനെ ഭയക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയക്കേണ്ടതുണ്ട്. കാരണം ഒരു നാണയത്തിൻ്റെ 2 വശം നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ടായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ന്യൂസുകളിൽ കാണുന്ന പോലെ ഡീപ് ഫേക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് ചെയ്തിരിക്കുന്നത് പൈത്തൺ പോലുള്ള സോഫ്റ്റ്വെയർ എല്ലാം ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് ഫ്യൂച്ചറിൽ പല ഭീഷണികൾ പ്രതീക്ഷിക്കാവുന്നതാണ്.